സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കപ്പപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വൈകിട്ടത്തെ ചായക്കോ രാവിലത്തെ ചായക്കോ ഒക്കെ പറ്റുന്നൊരു അടിപൊളി കപ്പപ്പുഴുക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഒരു 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കപ്പ പുഴുങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം അധികം വെക്കണം. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം നമ്മൾ വാർത്ത് കളയണം. അപ്പോൾ ഈ കപ്പയ്ക്കൊരു കട്ടുണ്ട്, കട്ട വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം അധികം വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് വറവിടാം. അതിനുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഒരു 4 വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, അതുപോലെ തന്നെ 2 പിടി നാളികേരം അത് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കപ്പ അവിടെ വെന്തിട്ടുണ്ട്, നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 3 വിസിലാണ് ഞാൻ അടിച്ചത്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം വാർത്ത് കളഞ്ഞു. ആ വെള്ളത്തിൽ തന്നെ കുറച്ച് വെള്ളം വെച്ച് വേവിക്കരുത്. ആ വെന്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കട്ടുണ്ട് എന്നാണ് പറയുന്നത് കപ്പയ്ക്ക്. ആ കട്ടുള്ളതിന് നമ്മൾ കറികളോ എന്തെങ്കിലും കൂട്ടി കഴിച്ചാൽ അത് ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വറവിടാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, മുളക്, നാളികേരം ആ കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് മുന്നായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം അത് നന്നായി മൂത്ത് കഴിഞ്ഞ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്നാണ്ട് വിട്ട് വരുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി മൂപ്പിച്ചെടുക്കാം. ഇനി വേവിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെന്ത് നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വിട്ട് കിട്ടുന്നില്ല. എല്ലായിടത്തും വറവാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ കപ്പ മാത്രം മതി. അതിന് കറിയോ അതുപോലെ തന്നെ പപ്പടമോ ഒന്നും ആവശ്യമില്ല. വെറുതെ കഴിക്കാം ഇത് ചായക്ക്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക് യു. അപ്പം ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ചായക്ക് ഈ കപ്പപ്പുഴുക്കാണ്.